സന്തോഷുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സന്തോഷ്, കണ്ണൂർ ആന്തൂരിൽ 5 വാർഡുകളിൽ LDF എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നു. 5ാം പീടിക വാർഡിൽ UDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചിരിക്കുന്നു. മറ്റ് 2 വാർഡുകളിൽ പുനർസൂക്ഷ്മ പരിശോധനയിൽ പത്രികകൾ തള്ളുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ 2ാം വാർഡിന്റെയും 19ാം വാർഡിന്റെയും പത്രികകൾ തള്ളുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. സന്തോഷ്, എന്തായാലും എതിരില്ലാതെ LDF വിജയിച്ചിരിക്കുന്നു. അവിടെ ആഹ്ലാദ പ്രകടനമാണ് കാണുന്നത്. സന്തോഷ്, തീർച്ചയായും ആന്തൂർ നഗരസഭയിൽ ഇപ്പോൾ 5ഇടത്ത് LDFന്റെ സ്ഥാനാർത്ഥികൾ എതിരില്ലാത്ത വിജയം നേടിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയവും അതോടൊപ്പം തന്നെ പുനർസൂക്ഷ്മ പരിശോധനയും കഴിഞ്ഞപ്പോഴാണ് 5 സ്ഥലങ്ങളിൽ ആന്തൂർ നഗരസഭയിൽ LDF എതിരില്ലാത്ത വിജയം നേടിയിരിക്കുന്നത്. ഇന്ന് 5ാം പീടിക വാർഡിലെ UDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. അതോടൊപ്പം തന്നെ 2 സ്ഥലങ്ങളിൽ കോടല്ലൂർ, തളിയിൽ വാർഡുകളിലെ UDF പത്രികകൾ പുനർസൂക്ഷ്മ പരിശോധനയിൽ തള്ളി. ഈ പത്രിക തള്ളാനുള്ള കാരണം നാമനിർദ്ദേശ പത്രികയിൽ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചയാളും പിന്തുണച്ചയാളും അവർ നേരിട്ടെത്തി ഞങ്ങളല്ല ഒപ്പിട്ടത്, ഞങ്ങളുടെ അറിവില്ലാതെയാണ് പേരെഴുതി ചേർത്ത് നാമനിർദ്ദേശ പത്രികയിൽ വ്യാജ ഒപ്പിട്ട് സമർപ്പിച്ചത് എന്ന് അറിയിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് 2 സ്ഥലത്തെ പത്രികകൾ, കോടല്ലൂരിലെയും തളിയിലെ വാർഡുകളിലെ UDF പത്രികകൾ തള്ളിയത്. 5ാം പീടിക വാർഡിലെ UDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുകയും ചെയ്തു. അങ്ങനെ ആന്തൂർ നഗരസഭയിൽ തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ 5 സ്ഥലത്ത് LDF എതിരില്ലാത്ത വിജയം നേടിയിരിക്കുകയാണ്. വലിയ ആഹ്ലാദത്തിലാണ്, ആവേശത്തിലുമാണ് ആന്തൂരിലെ LDF പ്രവർത്തകർ ഇപ്പോൾ ഉള്ളത്. സന്തോഷം, അതായത് കണ്ണൂരിൽ നമ്മൾ കണ്ടതാണ്, മലപ്പട്ടത്തും കണ്ണപുരത്തും ഒക്കെ തന്നെ സമാനമായ സാഹചര്യം കണ്ടതാണ്. ഇപ്പോൾ ഇത് ആന്തൂരിലും അത്തരത്തിൽ നടക്കുന്നുണ്ട്. ആന്തൂരിൽ നേരത്തെ തന്നെ, അതായത് പുനഃപരിശോധനാ സമയത്ത് സൂക്ഷ്മ പരിശോധനാ സമയത്ത് 2 വാർഡുകളിൽ ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രികകളൊക്കെ തള്ളിയിരുന്നു. തീർച്ചയായും അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസം സൂക്ഷ്മ പരിശോധന കഴിഞ്ഞതിന് ശേഷം തർക്കമുണ്ടായ 4 സ്ഥലങ്ങളിലെ പത്രികകൾ മാറ്റിവെച്ചിരുന്നു. ആന്തൂർ നഗരസഭയിലെ 4 പത്രികകൾ പുനർസൂക്ഷ്മ പരിശോധനയ്ക്കായി മാറ്റിവെച്ചിരുന്നു. കോൾമൊട്ട, കോടല്ലൂർ, തളിയിൽ, തളിവയൽ എന്നിവിടങ്ങളിലെ പത്രികകളാണ് ഇതിൽ പുനർസൂക്ഷ്മ പരിശോധനയിലായി മാറ്റിവെച്ചത്. അതിൽ കോടല്ലൂർ, തളിയിൽ വാർഡുകളിലെ UDF പത്രികകൾ ഈ പുനർസൂക്ഷ്മ പരിശോധനയിൽ തള്ളി. അതോടൊപ്പം തന്നെ 5ാം പീടിക വാർഡിലെ UDF സ്ഥാനാർത്ഥിയായ N. ലിവ്യ ഇന്ന് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയും ചെയ്തു. നേരത്തെ മൊറാഴ, പൊടിക്കുണ്ട് വാർഡുകളിൽ മറ്റുള്ളവർ ആരും പത്രിക നൽകാത്തതിനാൽ LDFന്റെ സ്ഥാനാർത്ഥികൾക്ക് എതിരുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന 2 എതിരില്ലാത്ത ജയവും ഇപ്പോൾ ഒരാൾ ഇന്ന് പിൻവലിച്ചതും 2 പത്രികകൾ തള്ളിയതും ഉൾപ്പെടെ 5 വാർഡുകളിൽ ആന്തൂർ നഗരസഭയിൽ LDF എതിരില്ലാത്ത വിജയം നേടിയിരിക്കുകയാണ്. ഇതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന കാര്യം, ഇന്ന് UDF പത്രികകൾ തള്ളിയതിന്റെ പ്രധാനപ്പെട്ട കാരണം, അതായത് ഈ നാമനിർദ്ദേശ പത്രികയിൽ പിന്തുണച്ചുകൊണ്ടും നിർദ്ദേശിച്ചുകൊണ്ടും ഒപ്പിട്ട് നൽകിയ ആൾ തന്നെ നേരിട്ട് ഹാജരായി ഈ സൂക്ഷ്മ പരിശോധനാ വേളയിൽ ഹാജരായി പറയുകയാണ്, ഞങ്ങൾ ഇതിൽ ഒപ്പിട്ടിട്ടില്ല, ഞങ്ങളുടെ പേരും ഒപ്പും വ്യാജമായി ചേർത്ത് UDF നേതാക്കൾ ഇത് സമർപ്പിച്ചതാണ്, അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിയെ പിന്തുണക്കുകയോ നിർദ്ദേശിക്കുകയോ ചെയ്യുന്നില്ല എന്ന് അവർ നേരിട്ട് ഹാജരായി പറയുകയും മാത്രമല്ല രേഖാമൂലം എഴുതി നൽകുകയും ചെയ്തു. ഇങ്ങനെയാണ് പല സ്ഥലങ്ങളിലും UDF പത്രികകൾ നൽകിയിട്ടുള്ളത് എന്നാണ് LDF ചൂണ്ടിക്കാട്ടുന്നത്. അതായത് പല സ്ഥലങ്ങളിലും വ്യാജ ഒപ്പിട്ടും നിർദ്ദേശിക്കുന്നവരും അതോടൊപ്പം തന്നെ ഈ പിന്തുണക്കുന്നവരും ഒന്നും അറിയാതെ അവരുടെ വ്യാജ ഒപ്പുകളെല്ലാം ഇട്ട് പത്രികകൾ സമർപ്പിക്കുകയായിരുന്നു. അപ്പോൾ കൃത്യമായും LDFന്റെ വ്യക്തമാണ്. സന്തോഷം, എന്തായാലും കണ്ണൂർ ആന്തൂർ നഗരസഭയിലെ 5 വാർഡുകളിലാണ് ഇപ്പോൾ LDF എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നത്. 5ാം പീടിക വാർഡിൽ UDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുകയും ചെയ്തു. 2 വാർഡുകളിൽ സൂക്ഷ്മ പരിശോധനയിൽ പത്രികകൾ തള്ളുകയും ചെയ്തതോടെയാണ് LDFന്റെ വിജയം അവിടെ ഉറപ്പായിരിക്കുന്നത്. എന്തായാലും UDFന്റെ, അതായത് കണ്ണൂരിലെ UDFന്റെ ദുർബലമായ സംഘടനാ സംവിധാനമാണ് ഇത്തരത്തിലൊരു പരാജയത്തിന് കാരണം എന്നുള്ളത്. സന്തോഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.